ഇന്നിവിടെ നമുക്കൊരു വലിയ വാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അവിച്ചാലോ. അപ്പോൾ ഒരു ഗ്രൈൻഡറിൽ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കാന്താരി മുളകാണ് ബെസ്റ്റ് കേട്ടോ, അല്ലെങ്കിൽ പച്ചമുളക് മതി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചി അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആക്ച്വലി അതും കൂടി ക്രഷ് ചെയ്യാനുള്ളതാണ്, ഞാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ സെപ്പറേറ്റ്ലി അതൊന്ന് ഇടിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുവാണ്. അപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു ചട്ടിയിലേക്ക് ചതച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. മെയിൻ മസാലകളായി 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മുടെ പുളിവെള്ളവും കൂടി ആഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ മസാലകളെല്ലാം കൈവച്ചാട്ടോ അമ്മ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന വാള ഓരോ പീസായിട്ട് ഇട്ട് എല്ലാത്തിലും മസാല പിരളുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. ബേസിക്കലി എനിക്ക് വാളമീൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഈ വാള അവിച്ചത് കഴിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് വാള മീനെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിഷായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഒരു രക്ഷയില്ലാത്തൊരു റെസിപ്പിയാണ് കേട്ടോ. ആക്ച്വലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഇത് മിസ് ചെയ്യരുത്, കാരണം അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഇത് ഒരിക്കലും ട്രൈ ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ. അപ്പോൾ അതേ അമ്മ മസാലയെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മീനിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കുക കേട്ടോ കുക്ക് ചെയ്യാൻ വയ്ക്കുന്ന ടൈമിൽ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് തന്നെ നമ്മൾ കുക്ക് ചെയ്യണം. ഫുൾ അടയ്ക്കണമെന്നില്ല, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്പൂൺ വെച്ചൊന്നും ഇളക്കരുത്, ഇങ്ങനെ വേണം അതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചട്ടി ഒന്ന് കറക്കി അപ്പോൾ ഈ വീണ്ടും അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒന്നിങ്ങനെ അനക്കി കൊടുക്കുക കേട്ടോ, കാരണം വാളയുടെ തലയൊക്കെ ഒന്ന് കുക്കായി വന്നല്ലോ. അയ്യോ ദേ കണ്ണൊക്കെ വെളിയിൽ വന്നു. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വലിയ പോർഷനായിട്ടുള്ള ഫിഷൊക്കെ ഒന്ന് അതിലോട്ട് ഡിപ്പാവും. നമ്മുടെ അടിപൊളി വാള അവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യുക കേട്ടോ. ഇതിന് ഒത്തിരി ഗ്രേവി ഉള്ളൊരു ഫുഡ് ഐറ്റം ഒന്നുമല്ല, കുറച്ചൊന്ന് വറ്റണം. നല്ലോണം ഒന്ന് വറ്റി വരുമ്പോഴത്തേനും കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കിക്കൊടുത്താൽ നമ്മുടെ അടിപൊളി വാള അവിച്ചത് റെഡി. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.